ആർക്കും ഇപ്പോൾ ബ്രൈറ്റ്നെസ്സിൻ്റെ പ്രശ്നമില്ലല്ലോ, കാരണം ഞാൻ ഒരു ലൈറ്റ് ഇട്ടിട്ടില്ല. കർട്ടൻസ് ആണെങ്കിൽ എല്ലാം ക്ലോസ്ഡ്. അടുത്ത സീക്രട്ട്, യു ക്യാൻ കോൾ മീ ഏവ. ഐ എം 22 years old. ഐ ഡോണ്ട് നോ വേ ടു സ്റ്റാർട്ട്. ഫസ്റ്റ് ഞാൻ ഫണ്ണായിട്ടായിരുന്നു വീഡിയോസ് കണ്ടിരുന്നത്. ദെൻ സീക്രട്ട് സെഷനിൽ കുറേ റിലേറ്റബിൾ സ്റ്റോറീസ് വന്നപ്പോൾ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഓക്കെ, ഐ എം നോട്ട് അലോൺ. സോ ഐ എം ഗോണ ടെൽ യു ദ ഡാർക്കസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്. കുഞ്ഞിലെ തൊട്ട് ട്രോമറ്റൈസ്ഡ് ആയ ഒരു ലൈഫായിരുന്നു എൻ്റെ. ഐ വാസ് റേപ്ഡ് അറ്റ് ദി ഏജ് ഓഫ് 8. ലെറ്റ് മി ഗെസ്, ഫാമിലിയിലുള്ള ആരല്ലേ? എനിക്കിത് ടൈപ്പ് ചെയ്യുമ്പോൾ പോലും കൈ വരയ്ക്കുന്നുണ്ട്. അമ്മയുടെ ഒരു ഡിസ്റ്റൻറ്റ് ഫാമിലി റിലേഷനാണ്, ബട്ട് ദേ വർ ക്ലോസ്. ഐ ടോൾഡ് യു. പാരൻസ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സ്ട്രേഞ്ചേഴ്സ് നമ്മുടെ അടുത്ത് അധികം ഇല്ല, കുട്ടികളുടെ അടുത്തേക്ക് അധികം വരില്ല. എപ്പോഴും കുട്ടികളുടെ അടുത്തുണ്ടാവുന്നത് റിലേറ്റീവ്സ് ആയിരിക്കും. 2020 40,000 ചൈൽഡ് സെക്ഷൽ അബ്യൂസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാത്തത് എത്ര കാണും? മോസ്റ്റ് കേസസിലും ഈ കുട്ടികൾ വിശ്വസിക്കുന്ന, കുട്ടികൾക്ക് പരിചയമുള്ള ആളാണ് ഈ അബ്യൂസർ, സച്ച് ആസ് ഫാമിലി മെമ്പർ, ഫാമിലി ഫ്രണ്ട്, അതോറിറ്റി ഫിഗർ, അല്ലെങ്കിൽ നെയ്ബേഴ്സ് എക്സെട്ര. അതുകൊണ്ട് വളരെ സേഫും സപ്പോർട്ടീവും ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സേഫ് എൻവയൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് പാരൻസിൻ്റെ അടുത്ത് വന്ന് പറയാനുള്ള ധൈര്യം, അതിൻ്റെ ഒരു എൻവയൺമെൻറ്റും കൂടെ, അതിലൂടെ ആയിരിക്കണം നമ്മളവരെ വളർത്തേണ്ടത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മുടെ അടുത്തൊന്ന് പറയാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എനിക്ക് ആൺകുട്ടിയാണുള്ളത്, ആൺകുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ആൺകുട്ടികൾക്കും ഇതേ കാര്യം ഫേസ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് 2 പേർക്കും ഒരേ കെയർ കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ ഇവരുടെ വീട്ടിൽ പോയത്. പുള്ളിക്കൊരു സിസ്റ്ററുണ്ട്. സോ ഞാൻ ചേച്ചിയുടെ കൂടെ കളിക്കാൻ വീട്ടിൽ പോകും. ദാറ്റ് ഡേ വീട്ടിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നു. ഐ ഡിഡ്ന്റ് നോ വാട്ട് വാസ് ഹാപ്പനിങ്, ബട്ട് ഐ ട്രൈ ടു സ്ക്രീം, ബട്ട് ഹി സെഡ്, ഇത് നീ പുറത്ത് പറഞ്ഞാൽ നിന്നെ ഞാൻ താഴെയുള്ള കുളത്തിൽ മുക്കി കൊല്ലും. ഇത് ഇപ്പോഴും എൻ്റെ ചെവിയിൽ കേൾക്കുന്ന പോലെയുണ്ട്. ഓൾ ഐ ക്യാൻ റിമെമ്പർ ഈസ് ദ പെയിൻ. ആൾക്ക് അന്ന് ഒരു 18 വയസ്സ് കാണും. ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല, ബിക്കോസ് എൻ്റെ ഫാമിലി അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയ ഫാമിലി അല്ലായിരുന്നു. അമ്മ എന്നെ ഇന്നും തല്ലും, ഡെയിലി തല്ലും. അമ്മയ്ക്ക് ദേഷ്യം വന്നാൽ അതെല്ലാം എന്നോട് അടിച്ചു തീർക്കും. ഞാൻ +2 പഠിക്കുന്നവരെ എന്നെ ഉപദ്രവിക്കുമായിരുന്നു. ഫാമിലി പ്ലസ് മെമ്മറീസ് രണ്ടും കൂടെ ആയി ഞാൻ കംപ്ലീറ്റ്ലി ഡെഡായി. ബട്ട് വണ്ടർ ഈസ്, എനിക്ക് എല്ലാവരുടെയും മുന്നിലും ചിരിച്ച് നിൽക്കാൻ പറ്റി. എല്ലാവരെയും ചിരിപ്പിച്ച് കോമഡി പറഞ്ഞ് ഇൻ ഗോസ്റ്റ് ഹൗസ് എന്നിലെ അപ്പുക്കുട്ടൻ ക്യാരക്ടറായിരുന്നു ഞാൻ. ഒരാൾക്ക് പോലും എനിക്ക് പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലായില്ല. ഞാൻ ചെറിയ ചെറിയ കാര്യത്തിൽ ഹാപ്പിനെസ് കണ്ടെത്തി. +1 പഠിക്കുമ്പോൾ വൺ ഡേ മോർണിംഗ് അമ്മ എന്നെ തല്ലി. ഞാൻ സഹിക്കിട്ട് ക്ലാസ്സിൽ ആരും ഇല്ലാത്ത നേരം നോക്കി കരയുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് വന്നു. ഹി ടോക്ക് ടു മീ. ഐ സെഡ് നത്തിങ് ആൻഡ് സ്മൈൽഡ്. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ബെസ്റ്റ് ബഡീസായി. അവനും ഞാനും ഒരു കോമഡി പീസാണ്. ഞങ്ങൾ 2 ആളും എല്ലാവരെയും ചിരിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. One day he proposed me without knowing my dark past. And after a month I said okay. But എനിക്ക് റൊമാൻസ് വരുന്നില്ല. ബെസ്റ്റ് ബഡീസ് ആയിരുന്നു. 5 years ആയി ഒരു സിംഗിൾ ഫൈറ്റ് പോലും ഇല്ല. ആൻഡ് നോ സെക്സ്. അവൻ എന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല. വൺ ഡേ കോളേജ് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ അവനോട് എൻ്റെ 8 വയസ്സിലെ കാര്യം പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് അവൻ്റെ ബിഹേവിയർ മാറി. അവൻ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്നും. ബട്ട് ഹി വാസ് വെയിറ്റിംഗ് ഫോർ മൈ കൺസെൻറ്റ് എന്നും. ബട്ട് ഇത്രയും ലേറ്റായി ഞാൻ പറഞ്ഞതിന് അവൻ എന്നെ കുറേ ചീത്ത പറഞ്ഞു. പിന്നെ ഫൈറ്റ് തുടങ്ങി. സ്ലട്ട് ഷെയ്മിങ് ചെയ്തു. ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞു. എൻ്റെ ഫാദർ എന്നെ കൊണ്ട് വിൽക്കുവാണെന്ന് പറഞ്ഞു. ദെൻ ഇൻസ്റ്റൻ്റ്ലി അവൻ സോറി പറഞ്ഞു. ബട്ട് ഐ വാസ് ഫ്രോസ്. ആഫ്റ്റർ മന്ത്സ് വി ബ്രോക്ക് അപ്പ്. റിയൽ റീസൺ എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനും എക്സിനും മാത്രമേ അറിയൂ. ഐ വെൻറ്റ് ടു ഡിപ്രഷൻ. ഫ്രണ്ട്സാണ് ഹെൽപ്പ് ചെയ്തത്. സൂയിസൈഡൽ സിറ്റുവേഷൻ ആയിരുന്നു. മെമ്മറീസ് ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. NB. ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ സെക്ഷുവൽ ഫ്രം ഫാമിലി ഫ്രണ്ട്. ഇതെല്ലാം നടന്നത് ബ്രേക്കപ്പ് ഡിപ്രഷൻ്റെ ഇടയിൽ. എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. സീരിയസ്ലി ചെയ്യാൻ പറ്റിയില്ല. ഐ റിഗ്രറ്റ് ഇറ്റ് സോ ബാഡ്ലി. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫാമിലി സപ്പോർട്ട് ഇല്ലാതിരുന്ന കൊണ്ട് എൻ്റെ ലൈഫിൽ ഒരു ഫണ്ണും ഉണ്ടായിട്ടില്ല. നോ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, നോ ഫാമിലി ഹാപ്പി മൊമെൻറ്റ്, നോ ഔട്ടിങ്, നോ ഫാമിലി ഫോട്ടോസ്, നോ സ്കൂൾ ടൂർ, നോ ബർത്ത്ഡേ, നോ വിഷ്, കേക്ക് കട്ടിങ്, നത്തിങ്. ഇതൊക്കെ ആസ് എ ചൈൽഡ് സങ്കടമായിരുന്നു. അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാൾ എന്നെ ഫസ്റ്റ് ടൈം പുറത്ത് കൊണ്ടുപോയി. ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറേ എനിക്ക് കാണിച്ചു തന്നു. ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ചിരിപ്പിച്ചു. He knows everything but never asked or questioned me. Funny, bold. I feel so safe and comfort around him. Now he's taking care of me as a friend and a boyfriend. But part of me ഇപ്പോഴും അവനെ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞാൻ അവനെ ഡിസേർവ് ചെയ്യുന്നില്ല. ഞാൻ ചീത്താണ്. എൻ്റെ ബോഡി അഴുക്കാണ്. These thoughts are haunting me. I don't know what to do anymore. Sorry for the long paragraph. I know it's a lot. I thought after sharing this ഞാൻ റിലാക്സ് ആവുന്നു. But still my breath is so heavy. The pain in my chest is still there. Why would you say that നിങ്ങളുടെ കുട്ടിയുടെ ബോഡി അഴുക്കാണ്?
Why would you say that? First of all, you were a child and you didn't deserve that. You are just a child who was taken advantage of. Your worth and value comes from who you are as a person and not from what happened to you. You're strong, you're brave, and you have survived something no one should ever go through. And that takes incredible amount of courage. Don't let anybody, including yourself, make you feel otherwise. Okay? Thank you for trusting me with your story. What happened to you was not your fault, okay? I'm so sorry for what you had to go through. But always remember, it was not your fault. You were just a child who was taken advantage of. It's not your fault. You're not dirty. You're not a bad person. Okay? ഹായ് വാ, ഇത് പണ്ട് നടന്നൊരു കഥയാണ്. സീക്രട്ട് എന്നും വേണമെങ്കിൽ പറയാം. കാരണം ഇത് എനിക്കും എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. ഞാനൊരു 5th പഠിക്കുമ്പോൾ എൻ്റെ പാരൻസിനെ എവിടെ പോകാനുള്ളതുകൊണ്ട് എന്നെയും എൻ്റെ അനിയനെയും കസിൻ്റെ വീട്ടിലാക്കിയിട്ട് പോയി. സാധാരണ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഞാൻ ഇൻട്രോവേർട്ട് ആകും. അങ്ങനെ കസിൻ്റെ വീട്ടിലാക്കിയതിന് ശേഷം അവർ പോയി. എനിക്ക് എൻ്റെ വീട്ടിലല്ലാണ്ട് പുറത്തിറങ്ങി മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് ദാഹിക്കുമ്പോൾ വെള്ളം വേണമെന്ന് പറയാൻ തന്നെ പേടിയായിരുന്നു. കാരണം വെള്ളവും ചോദിച്ചാൽ അവരെന്ത് ചിന്തിക്കും, അവർക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് വെള്ളം ചോദിച്ചില്ല. എനിക്കാണെങ്കിൽ നല്ലോണം ദാഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വെള്ളം വേണമെന്ന് ചോദിക്കാൻ പേടിയായതുകൊണ്ട് പാരൻസ് വീട്ടിൽ വന്നിട്ട് കുടിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അവർ വരാൻ നല്ലോണം വൈകി. നൈറ്റ് ഒരു 10 ഒക്കെ ആയിട്ടുണ്ടാകും. അങ്ങനെ നൈറ്റ് ആയപ്പോൾ അവരെന്നെയും അനിയനെയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാരൻസ് വന്നു. അങ്ങനെ ഞാൻ ഓടി ബൈക്കിൻ്റെ ഫ്രണ്ടിൽ കയറി ഇരുന്ന്, അനിയനാണ് ചെറുതായതുകൊണ്ട് അവൻ അമ്മയുടെ കൂടെയാണ് ഇരുന്നത്. ആ ടൈമിൽ കറണ്ട് പോയി. ഫുൾ ഇരുട്ടായി. എനിക്കാണെങ്കിൽ നല്ല ദാഹം ഉണ്ടായി. ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു കവറിൽ സോഡാ കുപ്പി തൂക്കിയിട്ടിട്ടുണ്ടായി. എൻ്റെ വീട്ടിലാണ് സോഡാ കുപ്പിയിലാണ് വെള്ളമൊക്കെ നിറച്ച് വെക്കാറ്. ഞാൻ വെള്ളമാണെന്ന് വിചാരിച്ച് നല്ല ദാഹമുള്ളതുകൊണ്ട് ഞാൻ മൂത്തിയാണ് കുടിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് കിട്ടിയില്ല. നല്ല രീതിക്ക് കുടിച്ചിറക്കിയതിന് ശേഷമാണ് അത് കെറോസിനാണെന്ന് അറിഞ്ഞ്. കെറോസിനൊരു സ്മെല്ലൊക്കെ ഉണ്ടായില്ലേ? വീട്ടിൽ കെറോസിൻ ആയാലും വെള്ളം ഒക്കെ ആയാലും സോഡാ കുപ്പിയിലാണ് എല്ലാം ഇട്ട്. അവർ റേഷൻ കടയിൽ പോയിട്ടൊക്കെ വന്നതാണ്. അപ്പം എനിക്ക് മനസ്സിലായി. തൊട്ട് ബാക്കിലിരുന്ന അപ്പനോട് ഞാൻ ഇത് പറഞ്ഞു, ഞാൻ മണ്ണെണ്ണ കുടിച്ചെന്ന്. പക്ഷേ എൻ്റെ മോൾ അത്ര പൊട്ടിയല്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പൻ വിശ്വസിച്ചില്ല. അമ്മേനോട് ഞാനിത് പറഞ്ഞു. അപ്പോഴോ അമ്മയും വിശ്വസിച്ചില്ല. പക്ഷേ അധിക നേരം പാരൻസ് വിശ്വസിക്കാണ്ടിരുന്നില്ല. നമ്മൾ സോഡയൊക്കെ കുടിച്ച് വായിന്ന് ഗ്യാസ് വരില്ല, അതുപോലെ കെറോസിൻ കുടിച്ചിട്ട് ഗ്യാസ് പുറത്തേക്ക് വന്നു. നല്ല കെറോസിൻ്റെ മണം വന്നപ്പോൾ അവർ വിശ്വസിച്ചു. പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ അത്യാവശ്യം കുടിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ തട്ടിപ്പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ സ്റ്റിൽ ഐ ആം അലൈവ് ആൻഡ് നൗ ഐ ആം 22 years old. അത് കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ വായ തുറന്ന കെറോസിൻ്റെ സ്മെല്ല് മാത്രമായിരുന്നു. എനിക്ക് ഈ സീക്രട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ പേടിയായിരുന്നു. കാരണം അറിഞ്ഞാൽ തന്നെ കളിയാക്കി തുടങ്ങും. പിന്നെ വിശ്വസിക്കാനും ചാൻസ് കുറവാണ്. ദിസ് ഈസ് മൈ സീക്രട്ട് ആൻഡ് താങ്ക് യു ഫോർ ഇറ്റ്. ഹായ് ചേച്ചി. ചേച്ചിയാണ് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് യൂട്യൂബർ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ ചേച്ചിയുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട്. ഈ സീക്രട്ട് ചേച്ചി ചെയ്യോ എനിക്കറിയില്ല. ബട്ട് ഐ ഫീൽ ലൈക്ക് ടെല്ലിങ് ദിസ് ടു സമ്മൺ. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇതത്ര ക്രിഞ്ചല്ല, ബട്ട് അത് ഓർക്കുമ്പോൾ എനിക്ക് മെയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കുറ്റബോധമാണ്. പ്ലീസ് റീഡ് ഓൺ. പിന്നെ അമ്മ ഗേൾ. ഞാനൊരു മാഡ് സ്പോർട്സ് ലവറാണ്. കഴിഞ്ഞ 3-4 years ആയി. ആൻഡ് ഓൾസോ നോർമൽ പെൺകുട്ടികളെ പോലെ അത്ര ഗേളിഷ് അല്ല, ഇച്ചിരി ടോംബോയാണ്. സംഭവം നടന്നത് 3 years ബാക്കാണ്. വെൻ ഐ വാസ് 11, 12, 13, 14. You're 14. I used to go for sports in a place 1-2 kilometers away from my home. ആദ്യം എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ഞാനും എൻ്റെ അമ്മയും ഒരു ചേട്ടനെ മീറ്റ് ചെയ്തു. ഹി വാസ് 9 years older than me. അപ്പോൾ 20 വയസ്സ്, 11 വയസ്സും 20 വയസ്സും. ഹി ഓൾസോ യൂസ് ടു പ്ലേ ഇൻ ദിസ് അക്കാഡമി. പിന്നെ ഞാനും ആ ചേട്ടനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് ഐ സോ ഹിം ലൈക്ക് മൈ ബിഗ് ബ്രദർ. പക്ഷേ ഞാൻ അപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു. പിന്നെ ഐ ടേൺ 12 ആൻഡ് ഓൺ മൈ 12th birthday ഞാൻ ഓട്ടോയിൽ വീട്ടിൽ പോയിരുന്നു ആഫ്റ്റർ സ്പോർട്സ്. അപ്പോൾ ഈ ചേട്ടനും ഒന്നും കൂടെ. ഹി ലിവ്ഡ് നിയർ ബൈ ദി അക്കാഡമി. എന്നിട്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, കുറേ ദിവസമായി പറയണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. 11 വയസ്സുള്ള കുട്ടീനോടാ. ഞാൻ ആദ്യം ഒന്നും പറഞ്ഞില്ല. ഞാൻ ആകെ ബ്രേക്കായി. എന്തെങ്കിലും പറഞ്ഞാൽ ചേട്ടൻ വിഷമമാകുമോ എന്ന് വിചാരിച്ചു. അധികം ഒന്നും പറഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ആ ചേട്ടൻ എന്നെ അടുത്തേക്ക്
അടുത്തേക്ക് വലിച്ച് കിസ് ചെയ്തു. ചെറുതായിട്ടൊന്ന് കരഞ്ഞു ബിക്കോസ് ഐ ഡിഡ് നോട്ട് നോ ഹൗ ടു റിയാക്ട്. ആരോടൊന്നും പറയരുത് അല്ലെങ്കിൽ സീനാവും എന്നൊക്കെ പറഞ്ഞ് ആ ചേട്ടൻ ഇറങ്ങിപ്പോയി. ആ 14 നൗ, ഹീസ് പ്രോബബ്ലി 23-24. ഞങ്ങളിപ്പോഴും ഫ്രണ്ട്സാണ് ബിക്കോസ് മൈ അമ്മ ഡസൻ നോ. എന്നെ എപ്പോൾ വിളിച്ചാലും ആ പട്ടി പറയും എന്നെ ഇഷ്ടമാണെന്ന്, ഞാൻ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ, ചത്ത് കളയുമെന്നൊക്കെ. ഈ ലോകത്ത് ഈ കാര്യം അറിയാവുന്ന ഓൺലി 4 people, ദാറ്റ് ചേട്ടൻ, മീ ആൻഡ് മൈ ബെസ്റ്റി ആൻഡ് ഇപ്പോൾ യുവ ചേച്ചി. ഞാൻ എൻ്റെ ഡ്രീംസിൽ ഫോക്കസ്ഡ് ആണ്, ബട്ട് സംടൈംസ് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നും, ബട്ട് ഇറ്റ്സ് ഓക്കെ. യു ആർ ഡൂയിങ് നത്തിങ് റോങ്. അടുത്ത സീക്രട്ട്. ഹായ് ഫിദസിസ്, മൈ നെയിം ഈസ് അഫ്ല. പേര് പറയാതല്ലേ. ഐ എം ഫ്രം കാലിക്കറ്റ്. എനിക്ക് അത്ര വലുതായിട്ടുള്ള സ്റ്റോറി ഒന്നും പറയാനില്ല, ബട്ട് ചെറിയൊരു കാര്യം മാത്രം. ഇവ എന്ന യുവർ നെയിം കാരണം കിട്ടിയ ഒരു ഐഡിയ. കുറേ കാലമായി നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യുന്നു. സോ വൺ ഡേ ഞാൻ റിക്ഷയിൽ പോകുമ്പോൾ ഓട്ടോമാമൻ ചോദിച്ചു, ഇടത്തോട്ടോ അതോ വലത്തോട്ടോ? സോ ചെറുപ്പം മുതൽ ഇത് ഏത് ഡയറക്ഷനാണെന്ന് അറിയാത്ത ഞാൻ ലോക്കായി. ബട്ട് മൂപ്പർക്ക് ഞാൻ ഹാൻഡ് കൊണ്ട് കാണിച്ചു കൊടുത്തു. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ വേണമെന്ന് തോന്നി. ദെൻ ഇടത് എന്നത് ലെഫ്റ്റും വലത് എന്നത് റൈറ്റും എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെയാണ് യുവർ നെയിം കണ്ടത്, ഐഡിയ കിട്ടിയതും. ഐഡിയ ഈസ് സിമ്പിൾ. അതായത് ഇവ നെയിമിൽ ഇ സ്റ്റാൻഡ്സ് ഫോർ ഇടത് ആൻഡ് വ സ്റ്റാൻഡ്സ് ഫോർ വലത്. ഇത്രയേ ഉള്ളൂ. പിന്നെ എപ്പോൾ ചോദിച്ചാൽ മൈൻഡിൽ ഇവ വരും. സോ ഞാൻ റിക്ഷയിൽ പോകുമ്പോൾ ഒക്കെ ഇവയുടെ ഫേസ് വരും മൈൻഡിൽ. ആ ടൈമിൽ ഹെൽപ്പ് ചെയ്തിട്ട് പോകും. താങ്ക്സ് ഉണ്ട് കേട്ടോ. സീക്രട്ട് സ്റ്റോറി വായിക്കുന്ന കോൺസെപ്റ്റാണ് അറിയാം. ഞാനൊരു മാന്യനായതുകൊണ്ട് എനിക്ക് സീക്രട്സ് ഒന്നും ഇല്ല. സോ ഇത് വായിച്ച് ഇതിന് റിപ്ലൈ കിട്ടുമെന്ന് ഹോപ്പ് ചെയ്യുന്നു. വീഡിയോസൊക്കെ സൂപ്പറാണ്. കീപ് ക്രൈം. എന്നെ കിട്ടും. ബൈ. ടാറ്റ ബൈ ഗൈസ്.